ടി നഗറിലുള്ള CPIയുടെ സംസ്ഥാന കൗൺസിൽ ഓഫീസിലാണ് ഉള്ളത്. ഇവിടെയാണ് പൊതുദർശനം. ഇന്നലെ 5 മണി 5:30 കൂടിയിട്ടാണ് ഇവിടേക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹം എത്തിക്കുന്നത്. ഇന്നലെ രാത്രിയോട് തന്നെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ, മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ, TVKയുടെ അധ്യക്ഷൻ വിജയ്, അതുപോലെ വിജയ് സേതുപതി, ശിവകാർത്തികേയൻ തുടങ്ങി പ്രമുഖരായ എല്ലാവരും തന്നെ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ഇന്നലെ രാത്രി തന്നെ ഇവിടെ എത്തിയിരുന്നു. ഇന്നും പ്രമുഖരെത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 3 മണി വരെയാണ് ഇവിടെ ഈ പറഞ്ഞ രീതിയിലുള്ള പൊതുദർശനം ഉണ്ടാവുക. അതിനുശേഷം നേരത്തെ ബന്ധുക്കളും അല്ലെങ്കിൽ അദ്ദേഹവും ഒക്കെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം മൃതദേഹം മദ്രാസ് മെഡിക്കൽ കോളേജിന് നൽകുകയാണ്. അത് മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി നൽകുകയാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ഇന്നലെ ഇദ്ദേഹം മരിച്ചു എന്നറിഞ്ഞപ്പോൾ മുതൽ നമ്മൾ ഈ പറഞ്ഞ രാജീവ് ഗാന്ധി ആശുപത്രിയിൽ ഉൾപ്പെടെ ഇങ്ങനെ നിരവധി സാധാരണക്കാരായിട്ടുള്ള സഖാക്കൾ അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തെ അന്ത്യാഞ്ജലി അർപ്പിക്കാനുമായി എത്തുന്നുണ്ട്. കാരണം പതിറ്റാണ്ടുകൾ നീണ്ട ഒരു രാഷ്ട്രീയ ജീവിതം തന്നെയായിരുന്നു അദ്ദേഹത്തിന്. വളരെ സാധാരണക്കാർക്കൊപ്പം, ഈ പറഞ്ഞ തൊഴിലാളികൾക്കും കർഷകർക്കും ഒപ്പം നിന്ന് ജീവിച്ചിരുന്ന, അല്ലെങ്കിൽ അവർക്കായി മാത്രം ജീവിതം ഒഴിഞ്ഞു വെച്ചിരുന്ന ആളായിരുന്നു. അതായത് ഭൂമിയില്ലാത്ത കർഷകർക്ക് ഭൂമി നൽകുന്നത് ഉൾപ്പെടെയുള്ള പ്രക്ഷോഭങ്ങൾ, സ്വാതന്ത്ര്യ സമരം ഉൾപ്പെടെയുള്ള സമരങ്ങളിലെല്ലാം തന്നെ കൃത്യമായി അടയാളപ്പെടുത്തിയ ഒരാളായിരുന്നു. 101 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. ഇന്നലെ ഉച്ചയ്ക്ക് 1:55 അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്നത്. കഴിഞ്ഞ ഒരു 24 ദിവസങ്ങളിലായി അദ്ദേഹം ആശുപത്രിയിലായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖമുണ്ട്, കിഡ്നി സംബന്ധമായ അസുഖമുണ്ട്. അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഇതേ സമാനമായ രീതിയിൽ പലതവണ ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന ഒരാളാണ്. പക്ഷേ ഇത്തവണയും അതേപോലെ തിരിച്ചു വരുമെന്നുള്ളതായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ. പക്ഷേ എന്തായാലും ഇന്നലെ 1:55 കൂടി ആ പ്രതീക്ഷകളെല്ലാം അവസാനിച്ചു. പ്രമുഖ നേതാക്കളെല്ലാം CPIയുടെയും CPMൻ്റെയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും ഒക്കെ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ ഇന്നലെ ആശുപത്രിയിലും അതുപോലെ തന്നെ ഇവിടെ CPIയുടെ ഓഫീസിലും എല്ലാം എത്തി അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചിരുന്നു. ഇന്നിപ്പോൾ 3 മണി വരെയാണ് അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു പൊതുദർശനം ഉണ്ടാവുക. അതിനുശേഷം മൃതദേഹം മദ്രാസ് മെഡിക്കൽ കോളേജിന് കൈമാറുകയും ചെയ്യും.